തിരുവനന്തപുരം വർക്കലയിലെ പ്രദേശവാസികൾക്ക് കുടിവെള്ളം കിട്ടാതായിട്ട് വർഷങ്ങളായി. പ്രദേശത്തെ കിണറുകളിലെ വെള്ളത്തിൽ നിന്ന് ദുർഗന്ധവും രുചിവ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. വർക്കല ചെമ്മരുതി ബംഗ്ലാവുമുക്ക് റെസിഡൻസ് ഏരിയയിൽ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. പ്രദേശത്തെ കിണറുകളിലെ വെള്ളത്തിന് അസഹ്യമായ ദുർഗന്ധവും രുചിവ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് വെള്ളത്തിൽ ആസിഡിന്റെ അംശം കലർന്നതായി കണ്ടെത്തിയത്. ഇതുമൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു. പ്രശ്നം തുടങ്ങിയിട്ട് മനസ്സിലായിട്ട് കുടിവെള്ള പ്രശ്നം നേരത്തെ ഉണ്ട്, മനസ്സിലായിട്ട് ഇപ്പോൾ 8 മാസത്തിൽ കൂടുതലായി. ഒക്ടോബർ മാസമാണ് ഈ ഇഷ്യൂ ഉണ്ടായത്, കഴിഞ്ഞ മഴയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു, ഹെൽത്ത് വന്നത് ചെക്ക് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം അത് പൊല്യൂഷൻ കൺട്രോളിനോട്ട് ഡയറക്റ്റ് ചെയ്തു. അവർക്ക് മനസ്സിലായിരുന്നു ഇത് പൊല്യൂഷനായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണെന്ന്. അപ്പോൾ പൊല്യൂഷൻ കൺട്രോളുകാർ വന്നതിന് ശേഷം ഈ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്യണമെന്നും പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ പഞ്ചായത്ത് ഇന്നിപ്പം 8 മാസം കഴിഞ്ഞു, ഇതേവരെ വെള്ളം തന്നിട്ടില്ല. അതിനുശേഷം കളക്ടർക്ക് പരാതി കൊടുത്തതിന്റെ പേരിൽ കളക്ടർ ഉത്തരവിട്ടു, ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളം കൊടുക്കണമെന്ന്. ജനുവരിയിൽ ഇട്ട ഉത്തരവാണ്, വെള്ളം തന്നിട്ടില്ല. പ്രദേശത്തെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാമെന്ന പഞ്ചായത്തിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്നും വലിയ വില കൊടുത്താണ് കുടിവെള്ളം വാങ്ങുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നമുക്ക് പറഞ്ഞില്ലേ, നമുക്ക് ഈ വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനുമില്ല. ഞങ്ങൾക്ക് ഈ വെള്ളം, നല്ല വെള്ളം കിട്ടണം, അത്രയേ ഉള്ളൂ. എനിക്ക് തന്നെ പൊടി കൊച്ചുങ്ങളൊക്കെ ഉള്ളതാണ്, എനിക്ക് എൻ്റെ മക്കളൊക്കെ ഉള്ളതാണ്. അവരൊക്കെ വന്ന് ഇവിടെ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ, വെള്ളം കുടിച്ചിട്ട് പോകുമ്പോൾ കൊച്ചുങ്ങൾക്ക് വയറുവേദന, ഛർദിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കുടിക്കാൻ ഈ വണ്ടികളിൽ കൊണ്ടുവരുന്ന വെള്ളമില്ലേ, കുപ്പിയില്, ആ വെള്ളമാണ് കുടിക്കാനായിട്ട്, കൊച്ചുങ്ങൾക്ക് കുടിക്കാനായിട്ട് 2 ദിവസം കൂടുമ്പോൾ 50 രൂപ വെച്ച് മേടിക്കും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പ്രൈമറി ഹെൽത്ത് സെന്ററും നടത്തിയ പരിശോധനകളിലാണ് രാസവസ്തുക്കളുടെ ഉറവിടം സമീപത്തുള്ള സ്വകാര്യ പ്രിന്റിംഗ് പ്രസിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയത്. പിന്നാലെ പ്രസ് മാനേജ്മെന്റും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രസിൽ നിന്ന് കെമിക്കൽ വേസ്റ്റുകൾ കുടിവെള്ളത്തിൽ കലർന്നിട്ടില്ലെന്നാണ് പ്രിന്റിംഗ് പ്രസ് മാനേജ്മെന്റ് പറയുന്നത്. ഈ പ്രസ്സിൽ കഴിഞ്ഞ ഏതാണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒക്ടോബർ മുതൽ എല്ലാ വിധത്തിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡായാലും പഞ്ചായത്തിൽ നിന്നായാലും ബാക്കിയുള്ള എല്ലാ വകുപ്പുകളിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഏറ്റവും കൂടിയ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്ന് പരിശോധന നടത്തി എല്ലാം ഓക്കെ ആണെന്ന് അവർ സമ്മതിച്ച ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഉപയോഗിക്കുന്ന ഡെവലപ്പറാണ്, പ്ലേറ്റ് എക്സ്പോസിംഗ് ഡെവലപ്പർ. ആ ഡെവലപ്പർ പോലും ആൽക്കലീനാണ്, അതിനകത്ത് ആസിഡോ അല്ലാന്നുണ്ടെങ്കിൽ കെമിക്കലിൻ്റെ ഒരു അംശമില്ല. 100% അവർ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത കോപ്പികളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ആരോഗ്യ വിഭാഗം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.